പള്ളിക്കവലയിലെ അവരുടെ വാടക വീട്ടിലെത്തിയിരുന്നത്. ആ ചേച്ചി സാബുവിൻ്റെ ഭാര്യ ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് ഇവിടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അവരുടെ കൂടി ആവശ്യപ്രകാരമാണ് നമ്മൾ ഈ പ്രതികരണത്തിലേക്ക് എത്തുന്നത്. ഇങ്ങനെ എന്തെങ്കിലും പണവുമായി ആവശ്യപ്പെട്ട് ബാങ്കിൽ ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ടായിരുന്നു? ഒരു 1.5 വർഷമായിട്ട് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ. അതിനു മുമ്പ് ഒരു പ്രശ്നമില്ലായിരുന്നു. 1.5 വർഷമായി ഞങ്ങൾക്ക് ഇച്ചിരി സ്ഥലം മേടിക്കാനുള്ള ആവശ്യത്തിന് ചെന്നപ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഈ സജി ഇപ്പോൾ ഒരു സജീവമായിട്ട് സംഭാഷണം, സാബുച്ചേട്ടൻ്റെ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് സാബുച്ചേട്ടൻ എന്തോ ചെയ്തു എന്നുള്ള രീതിയിലാണ്, ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി എന്തോ ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ സാബുച്ചേട്ടൻ പറയുന്നത് അങ്ങനെയൊന്നും അല്ല, എന്നെയാണ് തിരിച്ച് ജീവനക്കാർ ഉപദ്രവിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അതുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊരു അറിവുണ്ടോ നിങ്ങൾക്ക്? സാബു ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ഞാനായിരുന്നു എല്ലാ പ്രാവശ്യവും പൈസയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്, പൈസയ്ക്ക് ആവശ്യപ്പെട്ട് പോയിക്കൊണ്ടിരുന്നത്. 1.5 വർഷമായിട്ട് ഇങ്ങനെ ഈ പൈസയുടെ പുറകെ തന്നെയാണ് ഞങ്ങൾ. ആദ്യം സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കണമെന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനുമാണ് നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. മൊത്തം പ്രശ്നമായി. സെക്രട്ടറി വരുന്നു, ആൾക്കാർ വരുന്നു, കടയിലോട്ട് ഓടി വരുന്നു, സംസാരിക്കുന്നു. അങ്ങനെ പൈസ തരാൻ ഇപ്പോൾ യാതൊരു നിവൃത്തിയില്ല അവസ്ഥയിലോട്ട് ആക്കിക്കളഞ്ഞു. 10 ലക്ഷം രൂപ ഞങ്ങൾക്ക് അഡ്വാൻസ് കൊടുക്കണമായിരുന്നു സ്ഥലം മേടിക്കാനായിട്ട്. അപ്പോൾ ആ അഡ്വാൻസ് ചോദിച്ചപ്പം 3 ലക്ഷം രൂപ ആദ്യം തന്നത്. അത് കുറേ ദിവസം ഇങ്ങനെ നടന്ന് കരഞ്ഞു കൂകി ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇത് നടന്നത്. അത് കഴിഞ്ഞ് അഡ്വാൻസ് തന്നു കഴിഞ്ഞ് പിന്നെ ബാക്കി പൈസ കൊടുക്കണമല്ലോ. അങ്ങനെ പൈസ കൊടുക്കാനായിട്ട് കുറച്ചായിട്ട് പല പ്രാവശ്യം ചെന്ന് കഴിഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കിയാണ് ഞങ്ങൾ ആ സ്ഥലം മേടിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങളോട് ബോർഡ് മെമ്പേഴ്സ് എല്ലാം കൂടെ മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ പൈസ എല്ലാ മാസവും 5 ലക്ഷം രൂപ വെച്ചങ്ങ് തന്ന് സെറ്റിൽ ചെയ്തേക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു മാസം പോലും ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ തന്നുമില്ല. അത് കഴിഞ്ഞ് പിറ്റേ പ്രാവശ്യം ചെല്ലുമ്പോഴത്തേനും പറഞ്ഞു 5 ലക്ഷം തരാൻ ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല, 3 ലക്ഷം വെച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് സ്ഥലം മേടിക്കണം. അങ്ങനെ 3 ലക്ഷം പറഞ്ഞു. ജനുവരി മാസം ഞങ്ങൾക്ക് 3 ലക്ഷം രൂപ തന്നു. അത് കഴിഞ്ഞ് പിന്നെയും ബഹളമായി. എത്ര രൂപ ഉണ്ടായിരുന്നു ബാങ്കിൽ മൊത്തം നിക്ഷേപം? ബാങ്കിൽ മൊത്തം നിക്ഷേപം ഒരു 10-65 ലക്ഷം രൂപ മുകളിലുണ്ടായിരുന്നു. അത് പിൻവലിച്ചായിരുന്നു? ഏതെങ്കിലും ഘട്ടത്തിൽ കുറച്ചെങ്കിലും കുറച്ച് തന്നായിരുന്നു. 36 ലക്ഷം രൂപയോളം തന്നായിരുന്നു. സ്ഥലം മേടിക്കാൻ നേരത്ത് പൈസ തന്നായിരുന്നു പല പ്രാവശ്യമായിട്ട്. ഇനിയിപ്പോൾ ഒരു 15 ലക്ഷം രൂപയും കൂടെ കിട്ടാനുണ്ട്. അവർ പറയുന്നത് ഒരു 12 ലക്ഷം രൂപയോളം കിട്ടാനുണ്ട്. നല്ല റെസിപ്റ്റ് നമ്മുടെ കയ്യിലുണ്ടല്ലോ. നമ്മുടെ കയ്യിലുണ്ട് 14.5 ലക്ഷം രൂപയും പലിശയുണ്ട് കിട്ടാൻ. ഈ ആശുപത്രിയിൽ എന്നാണ് ഡിസ്ചാർജ് ആയത്? ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ഇന്നലെയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട പണത്തിൻ്റെ ആവശ്യം വന്നു. കാരണം ഇൻഷുറൻസ് കിട്ടുമെന്ന് ഞങ്ങൾ ഓർത്തിരുന്നു. ഇൻഷുറൻസ് അന്നേരം ഈ യൂട്രസ് ചെന്നപ്പോഴേ 2 ലക്ഷം രൂപയോളം അടുത്ത് വരുമെന്ന് പറഞ്ഞു, ഓപ്പറേഷനും ബാക്കി എക്സ്പെൻസും എല്ലാം കൂടെ. അപ്പം ഞങ്ങൾ പോയ വഴിക്ക് തന്നെ എനിക്ക് ഭയങ്കര വൈറൽ ഫീവറും പിന്നെ ചുമയൊക്കെ ആയിരുന്നു. അതും വെച്ചുകൊണ്ട് ഞാൻ 4 മണി തൊട്ട് 5 മണി വരെ ഞങ്ങൾ ബാങ്ക് റിക്വസ്റ്റ് ചെയ്തു, ഞങ്ങൾക്ക് ഓപ്പറേഷന് വേണ്ടി മാത്രം, ഓപ്പറേഷന് വേണ്ടിയുള്ള പൈസ ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു. 2 ലക്ഷം രൂപ അടുത്തെങ്കിലും വേണം ഈ എക്സ്പെൻസ് എല്ലാം കൂടെ. ചെയ്യുകയല്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ ഉണ്ടാകുകയല്ലെന്ന് പറഞ്ഞു, ഇപ്പം നടക്കുകയല്ലെന്ന് പറഞ്ഞു, നാളെ നോക്കട്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളങ്ങ് പോയി ആശുപത്രി അഡ്മിറ്റായി കഴിഞ്ഞ് സാബു പിറ്റേ ദിവസം ബാങ്കിൽ ചെല്ലുന്നു. ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പൈസ കൊടുക്കാനില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് കൊച്ചിനെ പറഞ്ഞു വിടുന്നു. കൊച്ചി എന്ന് പറഞ്ഞു എൻ്റെ അമ്മയുടെ രോഗാവസ്ഥയിലാണ് അമ്മ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം 80,000 രൂപ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് പല പ്രാവശ്യം പ്രശ്നം ഉണ്ടാക്കിയാണ് ഇത് തരുന്നത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം സാബു പറഞ്ഞു ഈ 80,000 രൂപ കിട്ടി വെച്ചാൽ പോരല്ലോ, 1.25 ലക്ഷം രൂപ എന്നാണേലും വേണം. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പൈസ ഉണ്ടാകുകയില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ യാതൊരു വിധത്തിലുള്ള പൈസ ഉണ്ടാകുകയില്ല. രാവിലെ ബിനോയ് എന്ന് പറഞ്ഞ പുള്ളിക്കാരന് സാബുവിനോട് പറഞ്ഞ് പോടാ, കുറേ വണ്ടിയിൽ കേക്കും കലണ്ടറുകളും ഒക്കെ ആയിട്ട്. അപ്പോൾ സാബു പറഞ്ഞു പൈസ ഇല്ലാഞ്ഞിട്ടല്ലേ ഇവർ തരാത്തത്, നമുക്കിങ്ങനെ തരാതിരിക്കാം എന്നാണ് അവർ. അപ്പോൾ അത് കഴിഞ്ഞ് സാബുവിനോട് പറഞ്ഞു 3 മണിയാകുമ്പോൾ നോക്കട്ടെ, അക്കൗണ്ടിലേക്ക് ഒരു ശകലം ഇട്ട് തരാമോ നോക്കട്ടെ എന്ന് പറഞ്ഞു. 3 മണിയായപ്പോൾ സാബു വിളിച്ചപ്പം പറയുക, ആരാ എടുത്തതെന്നുള്ളത് എനിക്ക് ക്ലിയർ അറിയത്തില്ല, ബിനോയൻ താൻ ഉന്തിയില്ല, ഇതെനിക്ക് പൈസയും തരികയില്ല, ഒന്നും ഞാനെവിടെ ഉന്തിയേ, നിങ്ങളല്ലേ എന്നെ ഉന്തിയത്. അത് കഴിഞ്ഞ് ഞാൻ ഒരാളുടെ കൊടുക്കാമെന്ന് പറഞ്ഞു. ആരാ കൊടുത്തതെന്നുള്ളത് ക്ലിയർ എനിക്കറിയത്തില്ല. VR സജിയുടെയിലാണ് കൊടുത്തത്. അപ്പം പറഞ്ഞു VR സജി പറഞ്ഞു താങ്കളുടെ പേര് ഞാൻ കേസൊന്നും കൊടുക്കുന്നില്ല, എനിക്ക് താങ്കളെ അറിയാം, പക്ഷേ തനിക്കിട്ട് പണി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. തനിക്കിട്ട് പണി വെച്ചിട്ടുണ്ടെന്ന് അന്നേരം തന്നെ ആൾ ഡിമായി. തനിക്കിട്ട് പണി വെച്ചിട്ടുണ്ട്, അത് വീഡിയോ സന്ദേശം ഇതായിരുന്നല്ലോ, അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞും രാത്രിയിൽ ഞാൻ ഇങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്ത്. എന്നെ എന്നും വന്ന് കഴിയുമ്പോൾ കട അടച്ച് കഴിയുമ്പോൾ വന്ന് വിളിക്കുന്നതാണ്. പക്ഷേ എന്തുകൊണ്ട് വിളിക്കുന്നില്ലെന്ന് ഓർത്തുകൊണ്ട് ഞാൻ വിളിച്ച് 10:30 ആയപ്പോഴാണ് സംഘത്തിൽ പോയതായിരുന്നു. 10:30 ആയപ്പോഴാണ് വിളിച്ചത്. 10:30 ആയപ്പോൾ വിളിച്ച് ഞാൻ പറഞ്ഞു പൈസയുടെ കാര്യത്തിൽ വിഷമിക്കാതെ
എങ്ങനെയായിരുന്നു നമുക്ക് സെറ്റിൽ ചെയ്യാം. അന്നേരം എന്നോട് പറഞ്ഞു എല്ലാവരും, അതായത് 3 പേരുണ്ടായിരുന്നു അവിടെ, വണ്ടിയിലോട്ട് ഇവർ കേക്ക് വെക്കുന്നു, 3 പേരുണ്ടായിരുന്നു. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ആ ലെറ്ററിൽ എഴുതിയേക്കുന്ന ആ 3 പേരും കൂടെയാണ് ബഹളം വെച്ചത്. അപ്പം സെക്രട്ടറി പറഞ്ഞു എൻ്റെ അടുത്ത് പോയി, ഞാൻ ആ കാശ് മേടിച്ച് കളയും, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പ്രശ്നമായി, മനസ്സിങ്ങ് ഭയങ്കര ഡിമ്മായി ആൾക്ക്. അന്നേരം എന്നോട് പറഞ്ഞു ജോയ് വെട്ടിക്കുഴി സാറിനെ ഒന്ന് കാണാൻ പോകാൻ വൈകിട്ട് എന്നോട് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു ഒരു സ്ഥാപനം നിലനിന്ന് പോകണ്ടേ, നമ്മളായിട്ട് അതിൻ്റെ പേര് പല പ്രാവശ്യം പറഞ്ഞാണ്, പലരെയും കൂട്ടി പോകാമെന്ന് പറഞ്ഞാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തു. ഒരു സ്ഥാപനം നിലനിന്ന് പോകേണ്ടത് നമ്മളായിട്ടൊരു ആ ബാങ്കിനൊരു മോശക്കേട് വരരുത്. പക്ഷേ ഈ ഓപ്പറേഷൻ്റെ സമയത്ത് നമുക്ക് എമർജൻസി പൈസ ആവശ്യമായിപ്പോയി, പെട്ടെന്നുള്ള പോക്കായിപ്പോയി. കാരണം അതുപോലെ 10 വർഷമായിട്ട് ഞാൻ ഈ യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടി ഭയങ്കര ഒരു അവസ്ഥയിലെത്തിയപ്പോഴാണ് പോകേണ്ട വന്നത്. സമ്മതം നൽകിയിരുന്നു. കാരണം ആദ്യം പറഞ്ഞു ബോർഡ് മെമ്പേഴ്സ് മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞു 5 ലക്ഷം വീതം തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ 3 ലക്ഷം ആക്കി. അത് കഴിഞ്ഞ് 1,4 ലക്ഷം രൂപ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ 1,4 ലക്ഷം രൂപ ക്രിസ്മസിന് കുറച്ച് സാധനം മേടിക്കാനായിട്ട് കുറച്ച് പൈസ തരാൻ പറഞ്ഞുകൊണ്ട് എന്നിട്ടും തന്നില്ല. ഞങ്ങൾ പല പ്രാവശ്യം പോയാലാണ് ഞങ്ങൾക്ക് ഈ പൈസ കിട്ടുന്നത്. കാരണം കടയിട്ടേച്ച് ഞാൻ ആദ്യം പോവും, അതിൻ്റെ പുറകെ സാവുവിനെ വിളിച്ചു വരുത്തും. 3 മണിയാകുമ്പോൾ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു 3 മണിക്കൂർ അവിടെ ഇരുത്തും. അമ്മച്ചി വല്ലാത്ത അവസ്ഥയിൽ ഇവിടെ കിടക്കുകയാണ്. ആരൊക്കെയാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്? ഈ വീട്ടിലെ ചാച്ചനും അമ്മച്ചിയും പ്രായമായവരാണ്. 93-90 വയസ്സുള്ള പ്രായമായ അമ്മച്ചിയും ചാച്ചനെ ഇട്ടേച്ചാണ് ഞാനീ പോക്ക്. എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും സാബുച്ചേട്ടനെ അലട്ടിയിരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്? വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല. അന്നത്തെ ആ ഒരു ദിവസത്തെ പ്രശ്നമാണ്. അന്നത്തെ ഒരു പ്രശ്നം അന്ന് തള്ളും ഉന്തൊന്നും ഉണ്ടായി. അതുപോലെ തന്നെ പോടാ പുല്ലേ എന്ന് പറഞ്ഞു. പിന്നെ സംസാരിച്ചത് ഭയങ്കര ഷോക്കായിപ്പോയി. എന്നോട് രാത്രി പറഞ്ഞു